നൂൺ ഇൻഫോടെക്കിന്റെ പവർപോയിന്റ് പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്ട്സ് എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, അനിമേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതായത് ഒബ്ജക്ട്സ് എങ്ങനെ അലൈൻ ചെയ്യാം, ഓർഡർ ചെയ്യാം, അതെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, ഒബ്ജക്ട്സിന് എങ്ങനെ അനിമേഷൻ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആദ്യം ഒബ്ജക്ട്സിനെ എങ്ങനെ അലൈൻ ചെയ്യാൻ പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രസൻറ്റേഷൻ എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ഡിസൈൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ലേഔട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മൂന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് കൊണ്ടുവരാം. അപ്പോൾ ഞാനിവിടെ 3 ഒബ്ജക്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട്, ഇപ്പോൾ ഒബ്ജക്ട്സ് പറയുന്നത് പിക്ചേഴ്സ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതും ഓൺലൈൻ പിക്ചേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 3 പിക്ചേഴ്സ് സെലക്ട് ചെയ്യാം, ഇൻസേർട്ട് കൊടുക്കാം. ഏതെങ്കിലും റാൻഡം ആയിട്ട് 3 പിക്ചേഴ്സ് സെലക്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ 3 പിക്ചേഴ്സ് ഞാൻ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 3 പിക്ചേഴ്സ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇനി ഈ പിക്ചേഴ്സിനെയാണ് നമ്മൾ അലൈൻ ചെയ്യാൻ വന്നത്. ഇതിന് നമ്മൾ ഒബ്ജക്ട്സ് എന്നും പറയും. ഇനി നമ്മൾ എങ്ങനെ അലൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഏത് ഒബ്ജക്ട്സ് ആണോ അലൈൻ ചെയ്യേണ്ടത് അത് ആദ്യം സെലക്ട് ചെയ്യാം. അതിനുശേഷം പിക്ചർ ടാബിനകത്ത്, ഇപ്പോൾ നമ്മൾ ഇവിടെ എവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിക്ചർ ഫോർമാറ്റ് വരുന്ന ടാബ് കാണാൻ കഴിയില്ല. പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫോർമാറ്റ് ടാബ് വരുള്ളൂ. അപ്പോൾ ഏതൊക്കെ പിക്ചേഴ്സ് വേണോ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിക്ചർ ഫോർമാറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് അലൈൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അലൈൻ സെലക്റ്റഡ് ഒബ്ജക്ട്സ് ടിക്ക് ചെയ്ത് വെക്കുക എന്നാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി അത് ടിക്കാണ്, അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് ചെയ്യുന്ന സമയത്ത് അലൈൻ സെലക്റ്റഡ് ഒബ്ജക്ട്സ് ടിക്ക് അല്ലെങ്കിൽ അതൊന്ന് ടിക്കാക്കി വെച്ചിട്ട് വേണം നമുക്ക് അലൈൻ ചെയ്യാൻ. ഇപ്പോൾ നമ്മളവിടെ 3 പിക്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിക്ചേഴ്സ് വന്നിട്ട് അലൈൻമെന്റ് ഒന്നും ശരിയല്ല. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കി കുറച്ച് അങ്ങോട്ട് നീങ്ങി കിടക്കുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെയൊക്കെ സെയിം സ്ഥലത്തല്ല ഇത് കിടക്കുന്നത്. അപ്പോൾ ഇത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അലൈൻ ലെഫ്റ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലോട്ട് 3 അലൈൻ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അത് വീണ്ടും സെലക്ട് ചെയ്യുന്നു, പിക്ചർ ഫോർമാറ്റിൽ പോവാം, അലൈൻ. അതുപോലെ അലൈൻ സെൻറ്റർ കൊടുത്താൽ അത് സെൻറ്ററിലോട്ട് അലൈൻഡ് ആവും. അതുപോലെ അലൈൻ റൈറ്റ് കൊടുത്താൽ റൈറ്റിലോട്ട് അത് അലൈൻ ചെയ്യും. പിന്നെ അലൈൻ ടോപ്പ് ഉണ്ട്, അതെല്ലാം കൂടി ടോപ്പിലോട്ട് അലൈൻ ചെയ്ത് നിൽക്കും. അതുപോലെ അലൈൻ ബോട്ടം, അതുപോലെ അലൈൻ മിഡിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അലൈൻ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റോട്ട് അലൈൻ ചെയ്യും. അപ്പോൾ ഞാൻ വീണ്ടും പഴയ രീതിയിൽ തന്നെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അലൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ പിക്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ ഇടയിലുള്ള സ്പേസ് അതും ഈക്വൽ സ്പേസ് ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അലൈനിൽ പോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കലി എന്നുണ്ട്. നമ്മളിങ്ങനെ താഴോട്ട് വെക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കലി എടുക്കേണ്ടത്. അതേസമയം നമ്മൾ ഇങ്ങനെ നീളത്തിലാണ് വയ്ക്കുന്നെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കലി എടുത്തു കഴിഞ്ഞാൽ ഈ പിക്ചേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് ഈക്വൽ ആയിട്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഈക്വൽ ഗ്യാപ്പിലാണ് കിടക്കുന്നത്. നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് അലൈൻ ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കലി കൊടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള സ്പേസ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കും. പിന്നെ വന്നിട്ട് വരുന്ന ഓപ്ഷൻ പറയുന്നത് അലൈൻ ടു സ്ലൈഡ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര നേരം ചെയ്തത് അലൈൻ ലെഫ്റ്റ് പറയുന്നത് പിക്ചർ എവിടെയും നിൽക്കുന്നത് അതിൻ്റെ ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യും, അതുപോലെ റൈറ്റ് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യും. ഇനി അലൈൻ ടു സ്ലൈഡ് പറയുമ്പോൾ ഇപ്പോൾ അലൈൻ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൻ്റെ ഏറ്റവും ലെഫ്റ്റിലോട്ട് പോയിട്ടായിരിക്കും അലൈൻ ചെയ്യാം. ഇനി അലൈൻ ടോപ്പ് പറഞ്ഞാൽ സ്ലൈഡിൻ്റെ ടോപ്പിൽ പോയിട്ടായിരിക്കും അലൈൻ ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അലൈൻ കൊടുത്തു. ഇവിടെ അലൈൻ സെലക്റ്റഡ് ഒബ്ജക്ട്സ് എടുത്തിട്ട് ഇപ്പോൾ അലൈൻ ടോപ്പ് എന്ന് കൊടുക്കുമ്പോൾ ആ ഫസ്റ്റ് പിക്ചർ എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ ടോപ്പിലോട്ട് പോയിട്ട് അലൈൻ ചെയ്തത്. അതുപോലെ അലൈൻ സെൻറ്റർ പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിലോട്ട് പോയി. അപ്പോൾ അത് എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്നിട്ട് തന്നെയാണ് അലൈൻ ആവുന്നത്, ലെഫ്റ്റും റൈറ്റും ടോപ്പൊക്കെ. അതേസമയം അലൈൻ ടു സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം അലൈൻ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡിൻ്റെ ലെഫ്റ്റിലോട്ട് പോയിട്ട് അലൈൻ ചെയ്യും. അതുപോലെ അലൈൻ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് അലൈൻ ചെയ്യും. അതുപോലെ ടോപ്പ് അത് എവിടെയാണ് നിൽക്കുക അവിടുന്ന് ടോപ്പ്. അതുപോലെ അലൈൻ സെൻറ്റർ മിഡിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് മിഡിലിൽ നിൽക്കും. പിന്നെ അലൈൻ ബോട്ടം പറഞ്ഞാൽ ബോട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഈ സ്ലൈഡിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് ഇത് മാറുന്നത്. അപ്പോൾ അതാണ് അലൈൻ ടു സ്ലൈഡ് ഓപ്ഷന്. അപ്പോൾ ആദ്യം ഇത് ടിക്ക് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാൻ.
ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്ട്സ് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒബ്ജക്ട്സ് പറയുന്നത് പിക്ചറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിക്ചർ സെലക്ട് ചെയ്തിട്ട് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ നോക്കാം. പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരേ ഫോർമാറ്റിലുള്ള ഇലിസ്ട്രേഷൻസ് ആണ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്ന് പിക്ചറും ഒന്ന് ഷേപ്പും ആണെങ്കിൽ നമുക്കത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, പിക്ചർ വന്നിട്ട് പിക്ചേഴ്സിന് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ട് ഇപ്പോൾ ഈ പിക്ചർ ഫോർമാറ്റിനകത്ത് ഇവിടെ ഗ്രൂപ്പാണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. പക്ഷേ ഇത് പിക്ചേഴ്സ് ആയതുകൊണ്ട് നമുക്കത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഷേപ്സ് എടുക്കണം. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഷേപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ കളേഴ്സും ഔട്ട്ലൈനും ഫില്ലും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഷേപ്പും കൂടി സെലക്ട് ചെയ്യേണ്ടത്, റെക്റ്റാങ്കിൾ എടുക്കാം. റെക്റ്റാങ്കിൾ എടുത്തു. അപ്പോൾ എനിക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് സെയിം ഇലിസ്ട്രേഷനാണ് എടുക്കുന്നത്. അത് രണ്ടും ഷേപ്പ് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അലൈൻ ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ രണ്ടും സെലക്ട് ചെയ്യാം. എന്നിട്ട് ഷേപ്പ് ഫോർമാറ്റിനകത്ത് ഗ്രൂപ്പ് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഉണ്ടോ ഗ്രൂപ്പ് പറയുന്നത് എനേബിൾ ആയി. അതായത് ഒരേ ഫോർമാറ്റിലുള്ള ഒബ്ജക്ട്സ് മാത്രമാണ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വന്നിട്ട് പിക്ചേഴ്സിന് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന് ആരോയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ജസ്റ്റ് നമ്മളത് മൂവ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഇല്ല. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അത് ഒറ്റ പിക്ചറായിട്ടാണ് അല്ലെങ്കിൽ ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് ആയിരുന്നു. അത് നമ്മൾ ഗ്രൂപ്പ് ചെയ്തപ്പോൾ അതെന്തായി ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മളിത് മൂവ് ചെയ്യുകയാണെങ്കിൽ മൂവ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ സൈസ് കൂട്ടുക കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യാം. ഒറ്റ തവണ നമുക്ക് ചെയ്താൽ മതി, എല്ലാത്തിലും അത് എഫക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിനാണ് നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ അൺഗ്രൂപ്പ് ചെയ്യാൻ നോക്കാം. വീണ്ടും ആ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ അൺഗ്രൂപ്പ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും അൺഗ്രൂപ്പ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്ട്സിൻ്റെ ഓർഡറിംഗ് ആണ്. ഇപ്പോൾ ഓർഡറിംഗ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പ്രസൻറ്റേഷനകത്ത് കുറേ ഒബ്ജക്ട്സ് ഉണ്ട് വെച്ചാൽ ആ ഒബ്ജക്ട്സിനെ ഒരു ലെവൽ ബാക്കിലോട്ടോ ഒരു ലെവൽ ഫ്രണ്ടിലോട്ടോ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ബാക്കിലോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ഓർഡറിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി രണ്ട് ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഇതുകൂടാതെ ഞാൻ ഒരു ഷേപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര ഷേപ്പ് ആണെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഒരു ഷേപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 3 ഷേപ്സ് ഇപ്പം നമ്മുടെ പ്രസൻറ്റേഷനകത്തുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഈ ഒരു സർക്കിളിനെ ബാക്കിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം നോക്കാം. അപ്പോൾ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ഷേപ്പ് ഫോർമാറ്റ് പറഞ്ഞ ടാബിലോട്ട് പോകാം. ഇതിനകത്ത് നമുക്ക് ബ്രിങ് ഫോർവേഡ് അതുപോലെ സെൻഡ് ബാക്ക്വേർഡ് പറഞ്ഞ 2 ഓപ്ഷൻ കാണാം. ബ്രിങ് ഫോർവേഡ് പറഞ്ഞ മുന്നിലോട്ട് കൊണ്ടുവരാം, സെൻഡ് ബാക്ക്വേർഡ് പറഞ്ഞ പിന്നിലോട്ട് കൊണ്ടുവരാം. ഇനി ഇതിൽ തന്നെ 2 ഓപ്ഷൻ വരും. ബ്രിങ് ഫോർവേഡ് അതായത് ഒരു ലെവല് മുന്നിലോട്ട് കൊണ്ടുവരാം. ബ്രിങ് ടു ഫ്രണ്ട് പറഞ്ഞാൽ എത്ര ഒബ്ജക്ട്സ് ആ ഒരു ഇതിനകത്തുണ്ടോ അതിനെ എല്ലാത്തിൻ്റെയും മുന്നിൽ വരാനാണ് ബ്രിങ് ടു ഫ്രണ്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ സെൻഡ് ബാക്ക്വേർഡിൽ 2 ഓപ്ഷൻ ഉണ്ട്, സെൻഡ് ബാക്ക്വേർഡും സെൻഡ് ടു ബാക്കും. സെൻഡ് ബാക്ക്വേർഡ് പറഞ്ഞാൽ തൻ്റെ ഇപ്പോൾ നിൽക്കുന്ന ഒബ്ജക്റ്റിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒബ്ജക്റ്റിൻ്റെ ബാക്കിലോട്ട് പോകും. അതുപോലെ സെൻഡ് ടു ബാക്ക് പറയുമ്പോൾ എല്ലാ ഒബ്ജക്ട്സിൻ്റെയും ബാക്കിലോട്ട് പോകാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഫോർവേഡിൽ അതായത് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് കാര്യമില്ല. സെൻഡ് ബാക്ക്വേർഡ് കൊടുത്തു. അപ്പോൾ സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ഷേപ്സിൻ്റെയും ബാക്കിലോട്ടായിരിക്കും അത് പോകുന്നത്. ഇനി ഞാനത് ഒരു ലെവൽ ഫോർവേഡ് കൊണ്ടുവരുന്നു. ബ്രിങ് ഫോർവേഡ് പറഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് മേലോട്ട് വയ്ക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഈ ഒരു ടെക്സ്റ്റിൻ്റെയും ബാക്കിലോട്ടാണ് പോയി കിടക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് സർക്കിൾ സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ബ്രിങ് ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കിൾ കിടക്കുന്നുണ്ട്, അതിൻ്റെ മേലെ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബോക്സും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് വിടാം. ഞാൻ സർക്കിൾ സെലക്ട് ചെയ്തു. ബ്രിങ് ടു ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ഫ്രണ്ടിൽ വരും, റെക്റ്റാങ്കിളിൻ്റെയും ട്രയാങ്കിളിൻ്റെയും മുന്നിൽ വരും. ഇനി സെൻഡ് ബാക്ക്വേർഡ് പറഞ്ഞാൽ ഒറ്റ ലെവലാണ് ബാക്ക്വേർഡിൽ പോകുന്നത്. അതായത് ഈ ഒരു ഷേപ്പിൻ്റെയും ട്രയാങ്കിൾ ഷേപ്പിൻ്റെയും നടുവിലായിരിക്കും അത് കിടക്കുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ബ്രിങ് ഫോർവേഡിലും സെൻഡ് ബാക്ക്വേർഡിലും ഈ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ബ്രിങ് ഫോർവേഡിൽ ബ്രിങ് ഫോർവേഡും ബ്രിങ് ടു ഫ്രണ്ട് ആണ്. ബ്രിങ് ഫോർവേഡ് പറയുമ്പോൾ ഒബ്ജക്റ്റ് എവിടെയാണ് നിൽക്കുന്നത് അതിൻ്റെ
തൊട്ട് ബാക്കിലോട്ട് അല്ലെങ്കിൽ മുന്നിലോട്ട്. ബ്രിങ് ഫോർവേഡ് പറയുമ്പോൾ മുന്നിലോട്ട് വരും. ബ്രിങ് ടു ഫ്രണ്ട് പറയുമ്പോൾ എല്ലാ ഒബ്ജക്ട്സിൻ്റെയും ഫ്രണ്ടിലോട്ട് വരും. അതേ തന്നെയാണ് സെൻഡ് ബാക്ക്വേർഡിലും. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒത്തിരി ഒബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു 3 ഒബ്ജക്ട്സ് ഉണ്ട്. പിന്നെ അതിൽ കൂടാതെ ഞാനൊരു ഒബ്ജക്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് എടുക്കാം. ഇതെല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലുള്ള ഒബ്ജക്ട്സും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. ഒന്നില്ലെങ്കിൽ ഇത് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ മൂവ് ചെയ്തിട്ട് വേണം അത് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള, അതായത് ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ എന്തൊക്കെ ഒബ്ജക്ട്സ് എന്തൊക്കെ ഒബ്ജക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഷേപ്പ് ഫോർമാറ്റിനകത്ത് സെലക്ഷൻ പാൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ലൈഡിനകത്ത് നമ്മൾ എത്ര ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇപ്പോൾ റെക്റ്റാങ്കിൾ പറയുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തതാണ്. പിന്നെ ടൈറ്റിൽ 1 പറയുന്നത് ഈ ഒരു ഇതാണ്. അതിൽ റെക്റ്റാങ്കിൾ 49 പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഇതിപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് മൂവ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഏറോ വരുമ്പോൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ വരുന്നത് ഓവലാണ്, അതും സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ഞാൻ കൊണ്ടുവരാം. പിന്നെ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, അതും സെലക്റ്റഡ് ആയിട്ടുണ്ട്. അത് മേലോട്ട് കൊണ്ടുവരാം. അപ്പം ഇങ്ങനെ ഒബ്ജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എത്ര ഒബ്ജക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കത് സെലക്ട് ചെയ്യാം. അതാണ് സെലക്ഷൻ പാൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ ഇതിനെയാണ് ഓർഡറിങ് എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്ട്സ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനൊരു ഒബ്ജക്ട് സെലക്ട് ചെയ്തു, ഷേപ്പ് ഫോർമാറ്റിലോട്ട് പോയി. ഇപ്പോൾ ഇവിടെ റൊട്ടേറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി റൈറ്റ്, 90 ഡിഗ്രി ലെഫ്റ്റ്, അതുപോലെ ഫ്ലിപ്പ് വെർട്ടിക്കൽ, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, ഏത് രീതിയിൽ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ട്രയാങ്കിൾ എടുത്തിട്ട് അതിനൊന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് എന്നിട്ട് റൊട്ടേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടും. ഫ്ലിപ്പ് വെർട്ടിക്കൽ, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ, 90 ഡിഗ്രി, അതുപോലെ 90 ഡിഗ്രി റൈറ്റ്, 90 ഡിഗ്രി ലെഫ്റ്റ്, 90 ഡിഗ്രി റൈറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് അനിമേഷനാണ്. അതായത് ഒരു സ്ലൈഡിലുള്ള ഒബ്ജക്ട്സിന് നമുക്ക് അനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് അത് എങ്ങനെ ഒരു സ്ലൈഡിലോട്ട് എൻ്റർ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ സ്ലൈഡിൽ നിന്നും എക്സിറ്റ് ആയി പോകണം, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ആ സ്ലൈഡിൽ നിൽക്കുമ്പോൾ എങ്ങനെ അത് അനിമേഷൻ കാണിക്കണം. ഇതിനെയാണ് നമ്മൾ അനിമേഷൻ പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ടൈപ്പിൽ അനിമേഷൻ സെറ്റ് ചെയ്യുക. ഒന്ന് എക്സിറ്റിലും, ഒന്ന് എൻട്രൻസിലും, ഒന്ന് ആ സ്ലൈഡിൽ നിൽക്കുമ്പോൾ തന്നെ. അത് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ നമുക്കൊരു 3-4 ഷേപ്പ് ഉണ്ട്. നമുക്ക് ഈ ഒറ്റ ഷേപ്പ് വെച്ച് ചെയ്ത് നോക്കാം. ബാക്കി ഷേപ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം. ഞാനിവിടെ സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിൽ അനിമേഷൻ സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അനിമേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനിമേഷൻ വേറെ ടാബ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അനിമേഷൻസ് കാണാൻ കഴിയും. ഇതുകൂടാതെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അനിമേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻട്രൻസിൽ ഈ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ അനിമേറ്റ് ചെയ്ത് വരണം, അത് അതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ എംഫസിസിൽ ആ ഒരു ഒബ്ജക്റ്റ് സ്ലൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഏത് അനിമേഷൻ അതിനകത്ത് സെറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ എക്സിറ്റ് ആണ്, അതായത് നമ്മൾ ആ സ്ലൈഡിൽ നിന്നും എക്സിറ്റ് ആയിട്ട് പോകുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഏത് രീതിയിലേക്ക് അനിമേറ്റ് ചെയ്ത് പോകണം. പിന്നെ അതിനകത്ത് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, മോഷൻ പാത്ത്. നമുക്ക് ഒരു പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ പാത്തിലൂടെ അത് അനിമേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ലൈൻ ഉണ്ട്, ആർക്ക് ഉണ്ട്, ടേൺ ഉണ്ട്, ഷേപ്പ്, ലൂപ്സ് ഉണ്ട്. കൂടാതെ ഒരു കസ്റ്റം പാത്ത് ഉണ്ട്. അതായത് ഒരു യൂസറിന് അവർക്ക് ഇഷ്ടപ്രകാരം പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ മോർ എൻട്രൻസ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇത്ര എഫക്ട്സേ കാണുള്ളൂ. ഇത് കൂടാതെ നമുക്ക് കുറേ എഫക്ട്സ് വേണമെങ്കിൽ മോർ എൻട്രൻസ് എഫക്ട്സിൽ പോകുന്നു. അപ്പോൾ ഇത് എൻട്രൻസ് എഫക്റ്റിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ആണ്. പിന്നെ വരുന്നത് മോർ എംഫസിസ് എഫക്റ്റ് ആണ്. അപ്പോൾ ആ ലിസ്റ്റിലില്ലാത്ത വേറെ എഫക്ട്സും കൂടി ഇതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ വരുന്നത് തന്നെയാണ് മോഷൻ എക്സിറ്റ് എഫക്റ്റും. അതുപോലെ മോർ മോഷൻ പാത്ത് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളതും ലൈൻസ്, കർവ്സ്, അതായത് നമ്മുടെ മോഷൻ പാത്തിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എൻട്രൻസ് എങ്ങനെ ഈ ഒരു ഒബ്ജക്റ്റ് വരണം സെറ്റ് ചെയ്യാം. അപ്പോൾ എൻട്രൻസിൽ നമുക്ക് വേണമെങ്കിൽ സൂം കൊടുക്കാം. ഇതിൻ്റെ പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ നോക്കാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി.
പ്രിവ്യൂ കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെയാണ് എൻട്രൻസിൽ ഒരു ഒബ്ജക്റ്റ് വരുന്നത്. ഇനി ബൗൺസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിവ്യൂവിൽ അത് ബൗൺസ് ചെയ്തിട്ട് വരും. സ്വിവൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അത് വരും. പിന്നെ ഗ്രോ ആൻഡ് ടേൺ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യണത് അതിനനുസരിച്ചിട്ട് അത് ആ ഒരു അനിമേഷൻ അതിനകത്ത് സെറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത് എൻ്റർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കൊടുത്തു. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് എക്സിറ്റ് ആയി പോകുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എക്സിറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ബൗൺസ് തന്നെ കൊടുക്കാം, സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ സ്ലൈഡിനകത്ത് ഈ ഒരു ഒബ്ജക്റ്റ് നിൽക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഏത് രീതിയിലേക്ക് അനിമേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സ്പിന്ന് കൊടുക്കാം. പിന്നെ ഒരു പ്രിവ്യൂ നോക്കാം. സ്പിന്ന് ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ F5 പ്രസ് ചെയ്യാം. ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്പിന്ന് വന്നു. അപ്പോൾ നമ്മൾ മൂന്നും ഒന്നിന് സെറ്റ് ചെയ്തുകൊണ്ട് നടക്കില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നാണ് ഒരു ഒബ്ജക്റ്റിന് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബൗൺസ് കൊടുക്കാം. ആദ്യം നമുക്ക് ഓരോന്നോടും ചെയ്ത് നോക്കാം. F5 കൊടുക്കാം. അത് ജസ്റ്റ് മൗസ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ബൗൺസ് ചെയ്തിട്ട് വരും. ഇനി അടുത്ത ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ബൗൺസ് കൊടുത്തിട്ട് F5. അപ്പോൾ ഇത് നമ്മളൊന്ന് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് സമയത്ത് അത് ബൗൺസ് ചെയ്ത് പോകും. നമ്മുടെ ആ പിക്ചറിൽ നിന്ന് പോയി. ഇനി നമുക്ക് എംഫസിസിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. ഇപ്പോൾ സ്ട്രിങ് കൊണ്ട് കൊടുക്കാം. റൺ ചെയ്യാം. ജസ്റ്റ് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സ്ട്രിങ് ആയി പോകുന്നതായിരിക്കും. ഗ്രോ ആണ് ആയത്. നമ്മുടെ എക്സിറ്റ് ചെയ്യുമ്പോഴാണ് അത് സ്ട്രിങ് ആയിട്ട് പോവാം. അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് എക്സിറ്റിൽ കൊടുത്തിട്ട് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ മൗസ് ക്ലിക്കിൽ അത് സ്ട്രിങ് ആയിട്ട് പോകും. ഇനി നമ്മൾ നോക്കാനുള്ളത് മോഷൻ പാത്താണ്. അപ്പോൾ മോഷൻ പാത്തും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളൊരു ആർക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ആർക്ക് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആർക്ക് വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഒരു ആർക്കിലാണ് കിടക്കുന്നുണ്ട്. ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യാം. കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തുള്ള പാത്ത് യൂസ് ചെയ്യാം. കസ്റ്റം പാത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഒബ്ജക്റ്റ് റണ്ണാവുന്നതായിരിക്കും. എന്നിട്ട് റൺ ചെയ്യാം. മൗസ് വിളിക്കാം. ഇത് കുറച്ച് സ്പീഡ് കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ സ്പീഡൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനിമേഷനിൽ വരുന്നത്. ഇപ്പം ഇതിൻ്റെ അനിമേഷൻ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ഷേപ്പും സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ അപ്പിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഫക്റ്റ് ഓപ്ഷൻ എനേബിൾ ആയില്ല, ഫെയ്ഡിൽ വന്നില്ല, ഫ്ലൈയിൻ. ഇപ്പോൾ ഫ്ലൈയിൻ കൊടുത്തു. അപ്പോൾ അതിൽ എഫക്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈയിൻ എവിടെ നിന്ന്, ബോട്ടത്തിൽ നിന്ന് വരണോ അതോ ബോട്ടം ലെഫ്റ്റിൽ നിന്ന് വരണോ? ഫ്ലൈയിൻ പറഞ്ഞാൽ അതിങ്ങനെ പറന്ന് വരാം. ഒന്ന് പ്രിവ്യൂ കാണിച്ചു തരാം. കേട്ടോ, അങ്ങനെ വരും. ഇപ്പോൾ വന്നിട്ട് ബോട്ടത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ അതിന് വേണ്ടതെല്ലാം കൊടുക്കാം. ഫ്രം ബോട്ടം ലെഫ്റ്റ്, അതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രം റൈറ്റ് കൊടുത്തിട്ട് ഒന്ന് പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഓരോ ഓപ്ഷനും എഫക്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അത് നമുക്ക് കാണുന്നതായിരിക്കും. ഇപ്പോൾ റാൻഡം ബാർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഹൊറിസോണ്ടൽ റാൻഡം ബാർ ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ ഉണ്ട്. അപ്പോൾ ഹൊറിസോണ്ടലിൻ്റെ പ്രിവ്യൂ നോക്കാം. ഇതാണ് ഹൊറിസോണ്ടൽ. അതുപോലെ വെർട്ടിക്കലും ചെക്ക് ചെയ്ത് നോക്കാം. വെർട്ടിക്കൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ ഓപ്ഷനും എഫക്റ്റ് ഓപ്ഷൻസ് ഉണ്ട്, അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഗ്രോ ആൻഡ് ടേൺ നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ എല്ലാത്തിനും ഇല്ല, ചിലതുകൾക്കൊക്കെ ഈ എഫക്റ്റ് ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനിമേഷനിൽ വരുന്നത്. അനിമേഷൻ നമുക്ക് ഒബ്ജക്ട്സിൽ മാത്രമല്ല ടെക്സ്റ്റിനും സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിംഗ് ഒബ്ജക്ട്സ് എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് റാൻഡം ബാസ് പറഞ്ഞൊരു അനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് 1ൽ വരുന്നുണ്ട്. രണ്ടാമത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ
സൂം പറഞ്ഞ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ടൂൾ വന്നു. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ റീഓർഡർ അനിമേഷൻ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഈ മൂവ് ഏർലിയറിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ വീണ്ടും മൂവ് ലേറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആയി, ഇത് 2 ആയി. അപ്പോൾ ഓരോ അനിമേഷനോടെ നമ്പേഴ്സ് ഉണ്ടാവും, അത് നമുക്ക് റീഓർഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിനകം ഇത്രയും സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ സ്റ്റാർട്ട് പറയുന്നത് ഓൺ ക്ലിക്കിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന ഓപ്ഷൻ പറയുന്നത് വിത്ത് പ്രീവിയസും ആഫ്റ്റർ പ്രീവിയസും ആണ്. പിന്നെ ഡ്യൂറേഷൻ, അതായത് എത്ര ടൈം എടുത്തിട്ട് ഇത് ഈ ഒരു അനിമേഷൻ റൺ ആവണമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ 2 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ഇവിടെ ടൈം കൂട്ടി കൊടുക്കാം. അതുപോലെ ഡിലേ ടൈമും ഉണ്ട്. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്ത് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ലൈഡിനകത്തപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് അപ്പിയർ ആയി. അപ്പോൾ അതിൻ്റെ അനിമേഷൻ നമ്മൾ സെറ്റ് ചെയ്തത് റാൻഡം ബാസ് ആയിരുന്നു. പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് വന്നു. അപ്പോൾ ഷേപ്പ് വളരെ സ്ലോ ആയിട്ടാണ് വന്നത്, കാരണം നമ്മളവിടെ ആ ടൈം അങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷേപ്പ് വന്നു. അപ്പോൾ ഇങ്ങനെ ഒബ്ജക്ട്സിനും ടെക്സ്റ്റിനൊക്കെ നമുക്ക് അനിമേഷന് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ കസ്റ്റം ലിസ്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് അനിമേഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് എടുത്തിട്ട് നമ്മുടെ കസ്റ്റം പാത്ത് സെലക്ട് ചെയ്യാം. എന്നിട്ടൊരു പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈം നമുക്ക് കുറച്ചും കൂടി സ്ലോ ആക്കി കൊടുക്കാം. ഒരു 5.25 കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ 1 ആക്കി വെക്കാം. ഇത് 1ഉം ഇത് 2 ആണ്. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ വരും. ഇനി ഞാൻ അനിമേഷൻ എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ പറഞ്ഞിട്ട് നമ്മുടെ അനിമേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കസ്റ്റം പാത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ ഒരു ബോക്സാണ് അതിനകത്ത് വരിക. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ അനിമേഷൻ ഡിലീറ്റ് ആവും. പിന്നെ വന്നത് 1ൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ നൺ 1 കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നൺ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻട്രൻസ് ആണെങ്കിൽ അത് ഡിലീറ്റ് ആയിപ്പോൾ, എംഫസിസ് ആണെങ്കിലും നണ്ണിൽ പോയി ആ ഒരു അനിമേഷൻ ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അനിമേഷൻ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു, ഗ്രോ ആൻഡ് ടേൺ എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു അനിമേഷൻ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നണ്ണിൽ കൊടുത്താൽ മതി. ഇനി അതേസമയം ഇപ്പോൾ എംഫസിസിൽ ഒരു പൾസ് എന്ന് കൊടുത്തു. ഇനി ഒരു അനിമേഷൻ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എംഫസിസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നൺ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തതിനാൽ അനിമേഷൻ പോകും. ഇനി അതേസമയം നമ്മളൊരു കസ്റ്റം പാത്താണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ പോവാം, നണ്ണ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പാത്തിനെ ഡിലീറ്റ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അനിമേഷൻ റിമൂവ് ചെയ്യുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റായിട്ട് പറയാനുള്ളത് അനിമേഷൻ പാനിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ അനിമേഷൻ പാൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ്ഡ് അനിമേഷനകത്താണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു റാൻഡം ബാർ പറഞ്ഞ അനിമേഷൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനിമേഷൻ പാനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് വരും. സൈഡിനകത്ത് ഒരു പാൻ വരും. അപ്പോൾ ഇതിനകത്ത് 2 അനിമേഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെക്സ്റ്റിനും പിന്നെ ഒന്ന് ഒബ്ജക്റ്റിനും. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ രണ്ടിലും നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആരോ വരും. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ ഞാൻ ഈ ഓവലിൽ സെലക്ട് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് പറയുന്നത് സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ അനിമേഷൻ റൺ ആവുക. പിന്നെ വന്ന് സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ്, നമ്മൾ ഒന്നാമത്തെ അനിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ അനിമേഷൻ്റെ മുമ്പുള്ള അനിമേഷൻ്റെ കൂടെ ഇത് വരണം. രണ്ടാമത് വന്നിട്ട് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റാർട്ട് വിത്ത് പ്രീവിയസ് കൊടുത്തിട്ട് ഒന്ന് പ്രിവ്യൂ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോർമാറ്റിംഗ് ഒബ്ജക്ട്സിൻ്റെ കൂടെ തന്നെ ഫോർമാറ്റിംഗ് ഒബ്ജക്ട്സിൻ്റെ കൂടെ തന്നെ അത് റൺ ആവും. രണ്ടും 1 ആണ് വന്നത്. ഇനി ഞാൻ സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് കൊടുത്തു. എന്നിട്ടൊന്ന് പ്രിവ്യൂ നോക്കാം. അപ്പോൾ ആദ്യത്തെ വന്നതിന് ശേഷം രണ്ടാമത്തെ വന്നു. ഇനി ഓൺ ക്ലിക്ക് ആണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലാണ് അത് വരുന്നത്. ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് വരുള്ളൂ. അതാണ് ഈ 3 ഓപ്ഷൻസ്. പിന്നെ വരുന്നത് എഫക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൗണ്ടൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ ഓൾറെഡി ഉള്ള കുറച്ച് സൗണ്ട്സ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു പുതിയ സൗണ്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അപ്ലോസിൻ്റെ സൗണ്ട് എടുക്കുന്നുണ്ട്.
പിന്നെ ആഫ്റ്റർ അനിമേഷൻ അത് ഡിം ആയിട്ട് പോകണമെന്ന ഓപ്ഷൻ ഉണ്ട്. ഞങ്ങളത് ഓപ്ഷൻ ഡിം ആവാതെ പോകണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡോൺ ഡിം അല്ലെങ്കിൽ ഹൈഡ് ആഫ്റ്റർ അനിമേഷൻ കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കാം. പിന്നെ വരുന്ന ഓപ്ഷൻ വന്നിട്ട് ടൈമിംഗ് ആണ്. അപ്പോൾ ടൈമിംഗ് ഇത് വന്നിട്ട് നമ്മൾ ഇവിടെ കാണുന്ന അതേ ഓപ്ഷൻസ് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ട്, ഓൺ ക്ലിക്ക്, സ്റ്റാർട്ട് മറ്റേ വിത്ത് പ്രീവിയസ്, ആഫ്റ്റർ പ്രീവിയസ് തന്നെയാണ്. പിന്നെ ഡിലേ ടൈം ഉണ്ട്. അതുപോലെ ഡ്യൂറേഷൻ ഇത് 0.5 സെക്കൻഡ്സ് പറയുന്നത് വെരി ഫാസ്റ്റ് ആണ്. അതുപോലെ 2 സെക്കൻഡ്സ് ഉണ്ട്, 3 സെക്കൻഡ്സ് ഉണ്ട്. നമ്മൾ 5 സെക്കൻഡ്സ് കൊടുത്താൽ കുറച്ച് സ്ലോ ആയിട്ട് റൺ ആവും. അതുപോലെ റിപ്പീറ്റ് ചെയ്യണോ ചോദിക്കുന്നത്, 2 ടൈംസ് വേണോ 3 ടൈംസ് വേണോ ചോദിക്കുന്നുണ്ട്. അൺടിൽ നെക്സ്റ്റ് ക്ലിക്ക് ഉണ്ട്. അതുപോലെ അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡും ഉണ്ട്. ഞാൻ അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഓക്കെ കൊടുക്കാം. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു അനിമേഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ടും റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൺ ക്ലിക്ക് ആണ്, അല്ല സ്റ്റാർട്ട് ആഫ്റ്റർ പ്രീവിയസ് ആണ്. സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് തന്നെ കൊടുക്കാം. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ലൈഡ് ക്ലീൻ ആണ്. അപ്പോൾ ആദ്യത്തെ അനിമേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മൗസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് വന്നു. രണ്ടാമത് വന്നിട്ട് സൗണ്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൗണ്ടോട് കൂടിയിട്ട് രണ്ടാമത്തെ അനിമേഷൻ വരണം. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ അനിമേഷൻ വന്നു. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മളവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ലൈഡ് എൻഡ് ചെയ്യണ വരെ അത് റൺ ചെയ്യാനാണ്. അതിന് വന്നുകൊണ്ടിരിക്കും. എസ്കേപ്പ് അടിച്ച് പോകുന്നുണ്ട്. നമുക്കൊരു ബൗൺസ് കൊടുത്തതിന് അത് സംഭവിക്കും നോക്കാം. നമ്മൾ ആ ഒരു സ്ലൈഡ് എൻഡ് ചെയ്യണ വരെ ബൗൺസ് വരും. പക്ഷെ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുത്തില്ല. ബൗൺസിൽ സ്റ്റാർട്ട് ഓൺ ക്ലിക്ക് കൊടുത്തു. അതുപോലെ എഫക്റ്റ് ഓപ്ഷൻ സൗണ്ട് കൊടുത്തു. പിന്നെ ടൈമിങ് 3 സെക്കൻഡ്സ് കൊടുക്കാം. റിപ്പീറ്റ് എൻഡ് ഓഫ് സ്ലൈഡ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ കൊടുക്കേണ്ടത്. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഈ സ്ലൈഡ് എൻഡ് ചെയ്യണ വരെ അത് ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനിമേഷനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നമ്മളിപ്പോൾ പഠിച്ച ക്ലാസ്സിന്റെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഒബ്ജക്ട്സ് എങ്ങനെ അലൈൻ ചെയ്യാം, ആ ഒബ്ജക്ട്സിനെ എങ്ങനെ ഓർഡർ ചെയ്യാമെന്നാണ്. ഓർഡർ ചെയ്യുക പറഞ്ഞാൽ എങ്ങനെ ബാക്ക്വേർഡ് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഫോർവേഡ് സെൻഡ് ചെയ്യാം എന്നാണ്. പിന്നെ നമ്മൾ പഠിച്ചത് അനിമേഷൻ ആണ്. അനിമേഷൻ പറയുമ്പോൾ ഓരോ ഒബ്ജക്റ്റിനും ഓരോ അനിമേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അനിമേഷനിൽ തന്നെ നമുക്ക് എൻട്രൻസ് ഉണ്ട്, അതുപോലെ എംഫസിസ് ഉണ്ട്, അതുപോലെ എക്സിറ്റ് അനിമേഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള അനിമേഷൻസും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത്.